വെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ദ്വൈതര സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ. ദ്വൈതര സഭ ഈ പറയുന്ന പീരീഡ് അവർ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ ആവിർഭാവത്തോട് അനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ് ചിന്തിച്ചത്. എന്നാൽ അതിനകത്ത് പ്രധാനമായിട്ട് തെറ്റായിട്ടുള്ള ഒരുപാട് പഠിപ്പിക്കലുകൾ വന്നു എന്ന് പറഞ്ഞു. ദുഷ്ടൻ വന്ന വിതച്ച വിത്ത് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. സഭ വളർന്ന് വലുതായി, എന്നാൽ ദുഷ്ടന് കൂടുവയ്ക്കുവാൻ പാകപ്പെടുന്ന രീതിയിൽ കടുകുമണിയോട് കമ്പയർ ചെയ്ത് കടുകുമണി കിളിർത്ത് വന്നിട്ട് അത് വലിയ മരമായി തീർന്ന് കൂട് വെക്കുവാനായിട്ടായിത്തീർന്ന രീതിയിൽ ശരിക്കും ദുഷ്ടൻ വന്നിട്ട് അതിൽ കൂട് വെക്കുവാനായിട്ട് ഇട വന്നതായിട്ട് കാണുന്നു. സഭയ്ക്ക് രൂപാന്തരം പ്രാപിക്കണം, സ്വർഗീയ ദർശനം അവർ ജീവിക്കേണ്ടതാണ്. എന്നാൽ അതിന് പകരം സ്വർഗീയ ദർശനം വിട്ട് രാഷ്ട്രീയ സംഘടനയായി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് ഇസബേൽ എന്നൊരു സ്ത്രീ കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. ഈസബേൽ എന്ന സ്ത്രീ, ഈസബേൽ എന്ന് പറയുന്നത് നമുക്കറിയാം, 1 രാജാക്കന്മാർ 16, 18, 21 അധ്യായങ്ങളിലെ ഇസബേൽ എന്നൊരു സ്ത്രീയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. സീദോന്യ രാജാവായ എത്ബാലിൻ്റെ മകളാണ്. ഇസ്രായേൽ സന്തതിയായ ആഹാബിനെ അവൾ കൈക്കലാക്കി അന്യാരാധനയും മ്ലേച്ഛതയും കൊണ്ട് ദൈവമക്കളെ എല്ലാം തെറ്റിപ്പിച്ച് ദേവിയെ പ്രതിഷ്ഠിച്ച്, എന്നുവെച്ചാൽ വീനസ് ദേവിയെ പ്രതിഷ്ഠിച്ച് ഒരു പുതിയ മതം സ്ഥാപിച്ച് 850 പുരോഹിതന്മാരെ ആക്കി അവിടെ ഇസ്രായേൽ മക്കളുടെ ഇടയിലെല്ലാം മ്ലേച്ഛതയും കൊണ്ടുവന്ന് പാവപ്പെട്ടതായിട്ടുള്ള തൻ്റെ ഭർത്താവായ ആഹാബിനെ വഞ്ചിച്ച് അവൾ തന്നെ ഭരിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ദാസന്മാരെല്ലാം തെറ്റിച്ച് കളയും ഒക്കെ ചെയ്തതായിട്ട് നമ്മളെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും തന്നെ ദുർനടപ്പ്, വിഗ്രഹാർപ്പിതം ഒക്കെയുള്ള കാര്യങ്ങൾ സഭയിൽ വന്നു ചേർന്നതായിട്ട് നമ്മളെ കാണുന്നുണ്ട്. ദ്വൈതര സഭ, ആ സഭയിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, AD 606 ബോണിഫേസ് എന്ന് പറഞ്ഞ ഒരു സുപ്രീം പവറിലുള്ളൊരു ബിഷപ്പ് വന്നു. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പറയുന്ന ഒരു റോമൻ സഭയിലെ 3 ഡിവിഷനായിട്ട് അത് തിരിഞ്ഞതായിട്ട് ചരിത്രം പറയുന്നു. അന്ത്യോക്യ സഭ, അലക്സാണ്ട്രിയ സഭ, കോൺസ്റ്റന്റിനോപ്പിൾ സഭ. ഈ 3 സഭകൾ ഔന്നത്യ ലെവലിലേക്ക് വന്നു. 3 പേരും റോമൻ സഭയിലുള്ള റോമൻ കാത്തലിക് ഹെഡായിട്ടുള്ള പോപ്പുമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണ് അന്നത്തെ ഒരു ഒരു നിയമം ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ റോമൻ സഭ ഔന്നത്യ പദവിയിലുള്ളൊരു സഭയാണ്. എന്നാൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ കോൺസ്റ്റന്റിനോപ്പിൾ ഈ റോമിൻ്റെ പരിപാധികാരത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞു. 3 ബിഷപ്പ് ടോപ്പായിട്ടൊരു ബിഷപ്പായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ കോൺസ്റ്റന്റിനോപ്പിൾ ബിഷപ്പ് ഈ പരമാധികാരത്തിൻ്റെ കീഴിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞിട്ട് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറഞ്ഞ പുതിയ സഭ ആരംഭിക്കുന്നു. അത് റോമിൻ്റെ അധികാരത്തിൽ നിന്ന് പുറത്തു വന്നു. ഈ വെളിപ്പാട് പുസ്തകം 2ന്റെ 22, 23 വാക്യങ്ങളിൽ വായിച്ചു കഴിഞ്ഞാൽ കാണാം, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരുടെ നടപ്പും വിട്ട് മാനസാന്തരപ്പെടുന്നാൽ വലിയ കഷ്ടതയിലാക്കിക്കളയും, അവളുടെ മക്കളെ ഞാൻ കൊന്നുകളയും, ഞാൻ ഉൾപ്പുകളെയും ഹൃദയങ്ങളെയും ആരായുന്നു എന്ന സകല സഭകളും അറിയും, നിങ്ങളെ പ്രവർത്തിക്ക് തക്കവണ്ണം ഞാൻ ഏവർക്കും പകരം ചെയ്യും. റോമിൻ്റെ അധികാരത്തിൽ നിന്ന് പുറത്തു വന്ന് അവരെ എന്ന് വെച്ചാൽ ടോട്ടലി ജാതീയമായിട്ടുള്ളൊരു സംസ്കാരത്തിലേക്ക് തീർന്നു എന്നുള്ള രീതിയിലാണ് അവിടെ വന്നത്. അവരുടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നിന്നെ കൊന്നുകളയും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അവളെയും ഞാൻ കൊന്നുകളയും, അവിടെ മക്കളെയും കൊന്നുകളയും. റോമിലെ പാപ്പമാർക്ക് വലിയ അധികാരമായിരുന്നു. രാജാക്കന്മാരെ മാറ്റാനുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു. അവർ അറിയപ്പെടുന്നത് വികാർ ഓഫ് ക്രൈസ്റ്റ് എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് പകരമുള്ളത്, വികാർ ഓഫ് ക്രൈസ്റ്റ് എന്നാണ്. പോപ്പിൻ്റെ അധികാരം യേശുവിന് പകരം എന്നുള്ള രീതിയിലുള്ള അധികാരമായിരുന്നു. ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവരൊരുപാട് ക്രുസേഡുകൾ നടത്തിയിട്ടുണ്ട്. ആ ക്രുസേഡുകളിൽ തന്നെ ലക്ഷോപലക്ഷങ്ങളെ കൊന്നൊടുക്കിയതായിട്ട് സെക്കുലർ ഹിസ്റ്ററിയുടെ ബുക്കിൽ പറയുന്നുണ്ട്. ലക്ഷോപലക്ഷം ആളുകളെ അവർ കൊന്നൊടുക്കിയതായിട്ട് കാണുന്നുണ്ട്. 1129 ബൈബിൾ ഫോർബിഡൻ ടു ലേമൻ, അത് വായിക്കുവാനും ഇൻറ്റർപ്രറ്റ് ചെയ്യുവാനും സാമാന്യ ജനത്തിന് സാധ്യമല്ല, അധികാരമില്ല എന്ന് ഒരു ലിഖിത നിയമം അവരെഴുതി.
റോമൻ സഭ എഴുതിയ നിയമമാണ്. 1129 ബൈബിള് സാമാന്യനം വായിക്കാൻ പാടില്ല, അത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പാടില്ല, അവർക്ക് അധികാരമില്ല. അതുകൊണ്ട് സാമാന്യ ജനം ബൈബിളിലെ സത്യങ്ങൾ അറിയാൻ പാടില്ലാതെ ഇരുന്നു. അവിടെയാണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഈസബേലിൻ്റെ കാര്യം പറഞ്ഞ പോലെ ബന്ധപ്പെട്ട് അവർ പറയുന്നത് പരമാധികാരിയായിട്ടുള്ള അധികാരം പോപ്പിനാണ്. പോപ്പ് പറയുന്നത് മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അതിനപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. ആ ഒരു രീതിയിലുള്ളൊരു ചിന്തയാണ് അന്ന് വന്നത്. അങ്ങനെ ക്രിസ്തീയ മതം, ജാതീയ വിശ്വാസം, യഹൂദ മതം, ഇത് മൂന്നും കൂടി കൂട്ടിക്കലർത്തിയ ഒരു സഭ, അതായിരുന്നു തുയതൈര സഭ. ബാബിലോണിൻ്റെ സംസ്കാരത്തിലുള്ള ഒരുപാട് ടീച്ചിങ്ങുകൾ, പഠിപ്പിക്കലുകൾ, ബാബിലോൺ ഉപദേശങ്ങൾ കടന്നുവെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു. ഈ സമയങ്ങളിലുണ്ടായ ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ചരിത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ചരിത്രത്തിലും ചർച്ച് ഹിസ്റ്ററിയിലും അത് കാണാം. AD 850 കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്താനായിട്ട് തുടങ്ങിയത്. AD 850. 995 AD 995 മറിയയുടെ ആരാധനയും വിശുദ്ധന്മാരുടെ ആരാധനയും ആരംഭിച്ചു. AD 998 നൊയമ്പ്, വെള്ളിയാഴ്ച ഉപവാസം, ഇതെല്ലാം ആരംഭിച്ചത്. 786 വിഗ്രഹങ്ങളെ വെച്ചിട്ട് ആരാധിക്കാനായിട്ട് തുടങ്ങി. 1079 AD 1079 സെലിബസി ഓഫ് പ്രീസ്റ്റ്, സന്യാസം, വിവാഹം കഴിക്കാതെ ഇരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നത്. ഈ ഉപദേശങ്ങളെല്ലാം സഭയിൽ കടന്നു വന്ന സാഹചര്യങ്ങൾ ഇതായിരുന്നു. അന്നത്തെ ചില സാഹചര്യങ്ങളായിരിക്കാം. ഇതിൽ തെറ്റുണ്ടോ നല്ലതുണ്ടോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇത് എല്ലാം ജാതീയമായിട്ടുള്ള ഉപദേശവും യഹൂദ ഉപദേശവും കൂടെ കൂട്ടിക്കലർത്തി ഒരു ഉപദേശം അവിടെ വന്നു എന്ന് ഉള്ളത് നമ്മൾ മറന്നുപോയി. ഇത് അന്നത്തെ സഭയിൽ വന്ന സമയങ്ങൾ ചർച്ച് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതിൽ തുയതൈര സഭയുടെ സമയത്ത് ഇതെല്ലാം വന്നു. ഇവിടെ ഇതിനകത്ത് കാണുന്ന ഒരു സ്ത്രീ, ഒരു പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പണം തിന്മാനും ദാസന്മാരെ ഉപദേശിച്ചു. എന്നാൽ ചില ഇൻ്റർപ്രിട്ടേഷനകത്ത് നമ്മളത് കാണുന്നത് ഏതോ സ്ത്രീകൾ വന്ന് സഭയിൽ കയറി ഭരിച്ചു എന്നുള്ള. അങ്ങനെയല്ല, സ്ത്രീ വന്ന് സഭയിൽ കയറി ഭരിച്ചതല്ല, തെറ്റായിട്ടുള്ള ഉപദേശം വന്ന് കയറി ത്രൂ ദിസ് ചർച്ച് ഇത് വന്നു കയറി എന്നുള്ള ആണ് കാണുന്നത്. എന്നാൽ 21-ാം വാക്യത്തിൽ മാനസാന്തരത്തിനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞതൊക്കെയാണ് സാത്താൻ്റെ ആഴങ്ങൾ എന്ന് പറയുന്നത്. സാത്താൻ്റെ ആഴങ്ങൾ എന്ന് പറയുന്നത് ഒക്കെ താഴെ പറയുന്ന കാര്യമാണ്. എന്നാൽ അവർക്ക് മാനസാന്തരത്തിനുള്ള അവസരം കിട്ടി. ദൈവത്തിൻ്റെ ദാസന്മാരെ എഴുന്നേൽപ്പിച്ച ആ സമയത്തൊക്കെയാണ് മാർട്ടിൻ ലൂതർ ജർമ്മനിയിൽ നിന്ന്, കാൽവിൻ, വിക്ലിഫ്, ജോൺ നോക്സ്, ഈ അഗ്നിനാവുള്ള ആളുകളെ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം ആ സമയങ്ങളിൽ ആരംഭിക്കുകയാണ്. ആ സഭ അന്നേരം ഇല്ലെങ്കിലും തുയതൈര സഭയുടെ സമയങ്ങളിൽ ഇത് ആരംഭിക്കുകയാണ്. എന്നാലും എന്ത് ചെയ്തു? ഈ സഭ ഇങ്ങനെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെ പെർസിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ സഭ, തുയതൈര സഭ, ഇതിനു വേണ്ടി അവരുടെ റൂൾസിൽ നിന്ന് മാറി നിൽക്കുന്നവരെയൊക്കെ കൊല്ലുവാനും ഒക്കെ തുടങ്ങി. എന്നാൽ 24-ാം വാക്യത്തിൽ ഒരു ശേഷിപ്പ് അവിടെ ഉണ്ടായി എന്ന് കാണുന്നുണ്ട്. എ റെമനന്റ്, അല്പജനം. നമുക്കറിയാം ഈസബേലിൻ്റെ സമയത്തും ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഒരു ചെറിയ കൂട്ടം ഉണ്ടായിരുന്ന പോലെ സഭയുടെ ഒരു ചെറിയ കൂട്ടം ഉണ്ടായിരുന്നു, വിശ്വാസമുള്ള നീതീകരണം മനസ്സിലാക്കിയ സഭ. അതുകൊണ്ടാണ് ഇതിനകത്ത് വീണ്ടും പറയുന്നുണ്ട്, അവരെ കഷ്ടത്തിൽ കൂടി കടത്തിവിടുന്ന കാര്യം പറയുന്നുണ്ട്. എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ സഭ, ചെറിയൊരു കൂട്ടം, അവരെ അതിൽ നിന്ന് രക്ഷ പ്രാപിച്ചു വരുന്നതായിട്ട് കാണുന്നു. എന്നാൽ ബാക്കിയുള്ള ഭൂരിഭാഗ പേരും 22-ാം വാക്യത്തിൽ പറയുന്നത് പോലെ കൈവിടപ്പെട്ടു പോവും എന്ന് മറന്നുപോയത്. വലിയ കഷ്ടതയിലാക്കിക്കളയും. ഈ വലിയ കഷ്ടതയിലാക്കിക്കളയും എന്ന് പറഞ്ഞാൽ, ഈ കഷ്ടത എന്ന് പറയുന്നത് ഈ കർത്താവിൻ്റെ 2ാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഷ്ടതയാണ്. എന്നാൽ ഈ സഭയും ആ സമയത്ത് കാണും. എന്നാൽ അവർ കൈവിടപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ ഇരിക്കുന്ന സഭ കൈവിടപ്പെട്ടു പോകും എന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്കറിയാം, യൂറോപ്പിലെല്ലാം തന്നെ ആണ് ഈ കാത്തലിക് റിഫോർമേഷനും റൂട്ടും വന്നത്. പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ വന്ന കൂടുതലും അമേരിക്കയാണ്. ഇപ്പം തന്നെ
ഈ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ഭരണം വരുന്നതിന് മുമ്പ് യൂറോപ്പിലെല്ലാം തന്നെ ഈ ദൈവസഭ എല്ലാം ഒരുപാട് കുറഞ്ഞുപോയി. കാതലിസിസം ധാരാളമായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ ആൾക്കാരെല്ലാം ഇവിടുന്ന് മാറ്റപ്പെട്ടാൽ പോലും കുറച്ച് പേര് കൈവിടപ്പെട്ട് അവിടെ കാണും. കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടാതെ നിൽക്കുന്ന കുറച്ച് പേര് ഈ സഭയുടെ അവസാന നാളിൽ കാണും. അവർ ഈ കഷ്ടകാലത്തുകൂടി കടന്നു പോകും എന്ന് നമ്മൾ ചിന്തിക്കാം. വെളിപ്പാട് പുസ്തകം 2:26 വാക്യത്തിലേക്ക് വരുമ്പോൾ, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്ന എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ചെറിയൊരു കൂട്ടം ഇവിടെയും ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ച് ഈ കഷ്ടതയിൽ കൂടി കടന്നുപോയി നിൽക്കുന്നവരുണ്ട്. അവർ അവസാനം വരെ നിൽക്കുകയും ജാതികളുടെ മേൽ അവർക്ക് അധികാരം കൊടുക്കുകയും ചെയ്യും. സങ്കീർത്തനം 2 പറയുന്നത്, ഐ വിൽ ഗീവ് യു ദ നേഷൻ. 2:6 പറയുന്നതാണ്, ഞാൻ ജാതികളെ നിനക്ക് തരും. പിതാവായ ദൈവം ലോകത്തിൻ്റെ അധികാരം യേശുവിനെ കൈമാറുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. സാത്താൻ അതിന് മുമ്പ് ഒന്ന് പറഞ്ഞായിരുന്നല്ലോ, മത്തായിയുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ, എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെ എളുപ്പമാക്കാനായിട്ട് സാത്താൻ ശ്രമിച്ചതായിരിക്കാം. എന്നാൽ അവസാനം വരെ ജയിക്കുന്നവർക്ക് ജാതികളുടെ മേൽ അധികാരം കൊടുക്കുന്നു എന്നിവിടെ കാണുന്നു. അവർ ഇരുമ്പ് കോലുകൊണ്ട് അവരെ മേയിക്കും. 1000 ആണ്ട് വാഴ്ചയിലേക്ക് അവർ പ്രവേശിക്കാനായിട്ട് അവർക്ക് ഞാൻ അവന് ഉദയനക്ഷത്രം കൊടുക്കും. ഇവിടെ എല്ലാം കാണുന്ന ഒരു കാര്യം, അവസാനം വരെ നിൽക്കുന്നവനെല്ലാം രക്ഷ പ്രാപിക്കും എന്നുള്ളതും കാണുന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ദൈവം തന്നിരിക്കുന്ന പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന പ്രമാണത്തിൽ തന്നെ നമ്മൾ തുടർന്നു പോയാൽ ദൈവത്തോടൊപ്പം നമ്മൾ വാഴും എന്നുള്ളതാണ്. ആത്മാവ് സഭകളോട് പറയുന്നവൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ത്വൈതര സഭയിൽ ഒരു ഭാഗം കഷ്ടത്തിൽ കൂടി കടന്നു പോകും, അവസാനത്തിലെ കഷ്ടത്തിൽ കൂടി കടന്നു പോകും. ദാറ്റ് മീൻസ് ആ സഭ, റോമൻ കാത്തലിക് ചർച്ചിലെ ഒരു പാർട്ട് അവസാനം വരെ ഉണ്ടാകും എന്നുള്ള ഒരു ചിന്ത ഇതിൽ കൂടി നമുക്ക് വരുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും നമുക്കറിയാം, കരിസ്മാറ്റിക് മൂവ്മെൻറ്റും ഒക്കെ വന്നതിന് ശേഷം അവരൊരുപാട് കർത്താവിനെ അറിയാനായിട്ടും കർത്താവിൻ്റെ വഴികളിലേക്ക് നീങ്ങാനായിട്ട് സാധ്യമായി. അതിൽ നിന്നൊക്കെ ഒരുപാട് വിഭിന്നമായി, ആദിമസഭയിൽ നിന്ന് ഒരുപാട് വിഭിന്നമായി ഇപ്പോഴെ ബൈബിള് പഠിക്കാനും ബൈബിള് ധ്യാനിക്കാനും ഒക്കെ അവരെ ആരംഭിച്ചു കഴിഞ്ഞു. അവർ കാണുന്നുണ്ട്. നമുക്ക് 1976 ശേഷം അതിൽ വലിയൊരു റിഫർമേഷൻ, കരിസ്മാറ്റിക് മൂവ്മെൻ്റ് റിഫർമേഷൻ വന്നതിന് ശേഷം അത് വലിയൊരു ചേഞ്ചസിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. എന്നാൽ അവരെല്ലാം തന്നെ കർത്താവിൻ്റെ വരവിങ്കൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പറയുന്നതാണ്, ഞാൻ അവന് ഉദയനക്ഷത്രം കൊടുക്കും. ആർക്കാണ് കൊടുക്കുന്നത്? പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുന്നതിന് ചെയ്യുന്നവൻ, കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നവന് ഉദയനക്ഷത്രം കൊടുക്കും എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് ആ ഒരു വലിയ പദവിയിലേക്ക് വരുവാനായിട്ട് ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ദൈവികമായിട്ടുള്ള പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ മക്കളായി തീർന്നിട്ടില്ലെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ സമയമാണ്. കാലം അതിക്രമിച്ചു, ഇനി അധികം നാളുകളൊന്നും മുമ്പിലില്ല. അതുകൊണ്ട് ദൈവത്തെ അറിയുകയും ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുവാനായിട്ട് നമ്മളെ തന്നെ വിനയപ്പെടുത്താം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവമായ കർത്താവെ, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ത്വൈതര സഭയുമായിട്ട് ബന്ധപ്പെട്ട് 2 ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ പല ചിന്തകൾ ചിന്തിച്ചല്ലോ. സാത്താൻ്റെ ആഴങ്ങളിലേക്ക് പോകാതെ ദൈവിക പ്രമാണം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിപ്പാനായിട്ട് കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ദിവസങ്ങളിലെ രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രത്യേകിച്ച് ഹാർട്ട് പേഷ്യൻസ് ഈ സമയത്ത് ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രയാസങ്ങളിൽ സ്റ്റെൻറ്റ് ഇട്ടിരിക്കുന്നവർക്ക് വന്നിരിക്കുന്നു. ആ കേസുകൾ ഞങ്ങൾ പ്രത്യേകിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയത്തിന് വേദനയോടുകൂടിയിരിക്കുന്ന മരുന്ന് കഴിക്കുന്ന ചിലരുണ്ട്. കർത്താവേ, അതിൽ നിന്നെല്ലാം അവരെ വിടുവിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് കർത്താവേ അവരെ ഏൽപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ വലിയ സൗഖ്യം
സൗഖ്യം അവരുടെ ജീവിതങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ രാത്രിയിൽ നീ ഞങ്ങളെയൊക്കെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വലിയ ദൈവമാണ്. സ്തോത്രം. കരങ്ങളിലേക്ക് ഞങ്ങളെ മുഴുവൻ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നമ്മളെ സഭകളോടുള്ള ചിന്തകളാണ് പറയുന്നത്. നമ്മളിപ്പം 4 സഭകളെക്കുറിച്ച് പറഞ്ഞു. ഇനി 3 സഭകളെക്കുറിച്ച് പറയും. ഇത് കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് റിലേറ്റ് ചെയ്യുന്നതാണ്. എങ്ങനെയാണ് കർത്താവിൻ്റെ വരവുമായിട്ട് ഈ സഭ ആയിരിക്കുന്നത് എന്നുള്ള റിലേറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അതിൽ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരണം. അതുപോലെ ഇത് ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്താൽ അത് പ്രയോജനമായി തീരും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.